ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗോൾഡ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം ഫ്ലക്ച്വേഷൻസിനെ പറ്റിയിട്ടാണ്. കാരണം ഗോൾഡ് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷറാണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലാസ്റ്റ് ഹൈ, അതായത് ഗോൾഡിൻ്റെ എവർ ടച്ച്ഡ് ഹൈ ആയിട്ടുള്ള ലെവൽസ്, അതായത് 2790 എന്ന് പറഞ്ഞ പർട്ടിക്കുലർ റേഞ്ച് വരെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ഒരു 2817 എന്ന് പറയുന്ന ഏരിയ ടാപ്പ് ചെയ്തിട്ട് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ ഒരു ചെറിയ രീതിയിലൊരു റിജക്ഷൻ മാർക്കറ്റ് ഷോ ഓഫ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നല്ല രീതിയിലൊരു ബൈ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായി. അതായത് കഴിഞ്ഞ ആഴ്ച കമ്പാരിറ്റീവ്ലി നല്ല രീതിയിലുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ ഇന്നലെ ഒരു ബൈ എക്സ്പെക്ട് ചെയ്തത് 2728 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ, 2827 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക, അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ഈവനിങ് ആയപ്പോൾ, അതായത് ഓവർനൈറ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ ചെറിയ രീതിയിലൊരു റിജക്ഷൻ കാണിച്ചു തുടങ്ങിയായിരുന്നു മാർക്കറ്റിൽ. ആ ഒരു റിജക്ഷന് ശേഷം നമ്മളിത് മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് നിൽക്കുന്നത് ഒരു റിജക്ഷൻ സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ്. കാരണം കുറച്ചൊരു റീടെസ്റ്റ് മാർക്കറ്റ് തരാനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നല്ല ബൈയിങ് പ്രഷർ തന്നെയായിരുന്നു. അത് തന്നെ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഇംബാലൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പമ്പ് ചെയ്താക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടൈം ഫ്രെയിമൊക്കെ നിങ്ങൾ ചാർട്ടിലോട്ട് നോക്കി അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 മിനിറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ റിജക്ഷൻ കാണിച്ചിട്ടുണ്ടായി. നമുക്കതൊരു ഷുവർ ഷോട്ട് കൺഫർമേഷൻ ആക്കാനായിട്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിജക്ഷനെ ബേസ് ചെയ്ത് ഷുവർ ഷോട്ട് സെല്ലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ബൈ വോളിയം മാർക്കറ്റിൽ പ്രഷറൈസ് ചെയ്യുന്ന കണ്ടീഷനായിരുന്നു. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ നമുക്കൊരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാനില്ല. കാരണം എന്ന് വെച്ചാൽ വീക്കെൻഡായ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പൊസിഷൻസൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്യുക, കുറച്ച് ഡൗൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2770 എന്ന് പറയുന്ന ലെവലിലോട്ട് മാർക്കറ്റ് ഒരു ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ നിൽക്കുന്ന പ്രോപ്പർ സപ്പോർട്ട് ഏരിയ ആണെങ്കിൽ കൂടി, അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്തൊരു സപ്പോർട്ടിങ് റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എന്നാൽ കൂടി മാർക്കറ്റിൻ്റെ പ്രോപ്പർലി നല്ലൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു 2770 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയ. സോ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്താൽ റിജക്ഷൻ കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. സോ 4 അവറിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഇംബാലൻസ് ഉള്ളൊരു പർട്ടിക്കുലർ ലെവലാണ് ഈ ഒരു റേഞ്ച്. സോ മാർക്കറ്റിൻ്റെ ഇതിൻ്റെ ഒരു 50% ഓഫ് കറപ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇംബാലൻസിൻ്റെ 50% ഓഫ് ലെവൽ ഒരു കറപ്ഷനായിട്ട് തന്നെ മീറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എഗെയിൻ ബൈ പമ്പ് പോകാനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം നമ്മുടെ വലിയ ടൈം ഫ്രെയിം ചാർട്ട് അനാലിസിസ് ഇപ്പോഴും മാർക്കറ്റ് എന്തിലേക്കാണ്, ബൈയിങ് പ്രഷർ തരുന്ന ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാണുന്നത്. സോ 3000 എന്ന് പറയുന്ന ഫിഗർ, അല്ലെങ്കിൽ 2950 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് തന്നെയാണ് നമ്മൾ ലോങ് ടൈമിലേക്ക്, അതായത് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ആസ് പെർ ദീസ് കണ്ടീഷൻസ് മാർക്കറ്റ് ഇപ്പോഴും വലിയ ടൈം ഫ്രെയിമിനെ ബൈയിങ് പ്രഷറിനെ തന്നെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മാർക്കറ്റിൽ ചാർട്ട് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്തായാലും നാളെ, അതായത് തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിലൊരു ഒരു ട്രേഡ് സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് മീറ്റ് ചെയ്തിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ എഗെയിൻ എന്ത് ചെയ്ത് നല്ലൊരു ക്വാണ്ടിറ്റി ഓഫ് ബൈയിങ് ഇനിഷ്യേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് കണ്ടീഷൻ നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോപ്പർലി റിജക്ഷൻ കിട്ടിയത് 50 മിനിറ്റിലെ ഈക്വൽ ഹൈസ് ആണ്. പക്ഷേ അത് കൺഫർമേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. മറിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ട്രെൻഡ് സോൺ ബ്രേക്ക് ഔട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു സെല്ലിങ് കൺഫർമേഷനായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ സെല്ല് ഇതാക്കിയാണ്. പക്ഷേ മേജർ കൺഫർമേഷൻ നമുക്ക് വരുന്നത് എപ്പോഴും 2790 എന്ന് പറയുന്ന പ്രീവിയസ് സ്വിംഗ് ലോ ബ്രേക്കിങ്ങിലാണ്. അതായത് വലിയ ടൈം ഫ്രെയിമിനെ പ്രീവിയസ് സ്വിംഗ് ലോ ബ്രേക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു ട്രെൻഡ് ചേഞ്ച് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഇവിടെ കഴിയുക. സോ വെയിറ്റ് ചെയ്യാം. നമുക്കൊരു അങ്ങനെ ഒരു ട്രെൻഡ് ചേഞ്ചിങ് മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ല് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അടുത്ത ദിവസം. ഇല്ല, മാർക്കറ്റ് നല്ലൊരു ബൈ ഇൻഡിക്കേഷനുള്ള ചാൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമുക്കൊരു ഇൻഡിസിഷൻ മൂവ്മെൻറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ ആ ഒരു മാർക്കറ്റ് ആ ഒരു പ്രഷറിൽ തന്നെ മാർക്കറ്റ് ഡൗണിലേക്ക് വരികയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെല്ലിനെ അനുകൂലിക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ ഇവിടെ വന്നിരിക്കുന്ന വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർലി മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു സപ്പോർട്ടാണ്. ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാക്റ്റിക്കലായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോർമേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോൾഡറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.
ഇതൊരു ഷോൾഡറായിട്ട് ഈ ഒരു കണ്ടീഷൻ നമുക്കൊരു ഷോൾഡറായിട്ടും ഇതൊരു ഹെഡായിട്ടും ദെൻ അഗെയിൻ ഒരു ഷോൾഡർ ഫോർമേഷൻ കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ടാവും. ഒന്ന് ഈ ലെവൽ 2790 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാൻ ഒരു റീടെസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പയ്യൊന്ന് 2770 അല്ലെങ്കിൽ 72 വരെയൊക്കെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇല്ല, മറിച്ച് മാർക്കറ്റ് ഒരു പ്രോപ്പർ ഒരു മാനിപ്പുലേഷൻ, കാരണം ഇവിടെ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അതായത് പ്രീവിയസ്ലി ഉണ്ടായ ഹൈ ലെവൽസ് ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ലെവലായിരുന്നു. സ്വാഭാവികമായിട്ട് അതിന് മേലെ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ഈ സെല്ലേഴ്സൊക്കെ എന്ത് ചെയ്യും ബൈയേഴ്സിലോട്ട് കൺവേർട്ട് ആവും. ബൈയിൽ കൺവേർട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും എല്ലാവരും ഇതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ടായിരിക്കും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. ഈ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്ന പരിപാടി ആരുടെ പരിപാടിയാണ്? മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ കളിയായിരിക്കും അവിടെ നടക്കുന്നത്. സോ ഇത്രയും നല്ലൊരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യാതെ മാർക്കറ്റ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ റെയർ കേസസാണ്. കാരണം ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ലിക്വിഡിറ്റി ഏരിയയിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഞാൻ പറയാനുള്ളത് വെച്ചാൽ ഒരു 2790 ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് താഴേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ചെയ്ത് 2775 അല്ലെങ്കിൽ 70 വരെ ഡ്രോപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും, മറിച്ച് ക്യാൻഡിൽ ക്ലോസിംഗ് അല്ല മറിച്ചൊരു ബിഗ് ഫോർമേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായി ICT ഓർഡർ ബ്ലോക്സിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ടൈം ഇപ്പോൾ മാറിക്കിടക്കുകയാണ്. അത് കോറിലേഷൻ ചേഞ്ച് ആയതുകൊണ്ടായിരിക്കാം. പുതിയൊരു വർഷമായി കോറിലേഷൻസിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ആ ഒരു കണ്ടീഷൻസ് തന്നെ മാർക്കറ്റ് ചേഞ്ചസ് ഉണ്ടായതായിരിക്കാം. സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്താക്കുന്ന ഏരിയയിൽ ഒരു മാനിപ്പുലേഷൻ പ്രതീക്ഷിക്കാനും പറ്റും. ആ ഒരു മാനിപ്പുലേഷന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുക, ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ പാറ്റേണിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഹൈപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്, മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു മേജർ ട്രെൻഡ് പിടിച്ചിട്ട് തന്നെയാണ്. മേജർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ബൈ ട്രെൻഡ് പിടിച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിങ്കളാഴ്ച അതായത് മൺഡേ നമുക്ക് വെയിറ്റ് ചെയ്യുക ഈ ഒരു ലെവലിലെ ലിക്വിഡിറ്റി ഒന്നുകൂടി എഞ്ചിനീയർ ചെയ്യാൻ നോക്കാനായിട്ട്. അതിനുശേഷം സെഷൻസ് വെക്കുക, ICT കിൽ സോൺസ് യൂസ് ചെയ്യുക. ഞാൻ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ICT കിൽ സോൺസ്. അത് വെക്കുക, അത് വെച്ചിട്ട് സെഷൻസ് കിട്ടും. നമ്മൾ ഓരോ ട്രേഡും കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ സെഷൻസ് വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ന്യൂയോർക്ക് PM ലെവലിൽ ലോ മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ ബൈ ഇട്ടു. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു കണ്ടീഷനിൽ ലണ്ടൻ ലോ മാനിപ്പുലേറ്റ് ചെയ്ത കണ്ടീഷനിൽ നമ്മൾ ബൈ എടുത്തു. അതിന് ശേഷമുള്ള ബൈ പ്രഷറിലാണ് നമ്മൾ ബൈ എടുത്തത്. ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു കണ്ടീഷനിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ല ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ എഗെയിൻ മാർക്കറ്റ് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തതിന് ശേഷം ഒരു ടാപ്പ് ചെയ്തിട്ട് മേ ബി ഒരു വിക്കായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈ വോളിയം ക്യാൻഡിലായിരിക്കും താഴേക്ക് അടിച്ചിട്ട് എഗെയിൻ അതിനെ കവറപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ബൈ വോളിയം ക്യാൻഡിൽ ഇനീഷ്യേറ്റ് ചെയ്ത് മേലേക്ക് പമ്പ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ ഈ ഒരു രണ്ട് പോസിബിലിറ്റി നമ്മളുണ്ട്. ബെറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ICT കിൽ സോൺസ് വെച്ചിട്ട് ഒരു ഏഷ്യൻ ലെവലോ അല്ലെങ്കിൽ ഒരു ലണ്ടൻ ലെവലോ ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഈ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തതിന് ശേഷം ഈ ഏഷ്യൻ ലോയിനെ അല്ലെന്നുണ്ടെങ്കിൽ ലണ്ടൻ ലോയിനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സോ ആ ഒരു കണ്ടീഷന് ശേഷം ഒരു ബൈ ട്രേഡ് എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആ ട്രേഡ് അങ്ങോട്ട് ഹോൾഡ് ചെയ്യുക. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും എവിടം വരെ ടാർഗറ്റ് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ ലെവൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പ്രോപ്പർലി ഈ ഒരു ചാനൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് മാർക്കറ്റ് പിടിക്കുന്നത്. അപ്പോൾ അതിനെ തന്നെ വെച്ചിട്ട് ഒരു റിജക്ഷൻ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തൂക്കി കഴിയുമ്പോൾ കിടക്കുന്നു ഇവിടെ വരെ ക്യാച്ച് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2827 നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പരിപാടി തന്നെ 2827 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് തന്നെ നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്ത് പിടിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ റേഞ്ച് പിടിക്കാം. ഇല്ല ഹോൾഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു 2900 2950 മേ ബി ഒരു 3000 വരെയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള രീതിക്ക് നോക്കാം. പക്ഷേ ആ ഒരു ട്രേഡ് എടുക്കുമ്പോൾ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡൗൺ വന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, പ്രോഫിറ്റിൽ കട്ട് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യേണ്ട, പൊസിഷൻ ക്ലിയർ ചെയ്യുക, തന്നെ അടുത്ത ട്രേഡ് നോക്കുക, അടുത്ത ട്രേഡ് എടുക്കുക. ഈ ഒരു കണ്ടീഷൻ തന്നെ കീപ്പ് ചെയ്താൽ മതി. എന്തായാലും ഒരു 2950 എത്തണ വരെ ഇതിങ്ങനെയൊക്കെ തന്നെ പോകാനുള്ള ചാൻസാണ് കാണുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും മൺഡേ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ നോക്കാം. നമുക്ക് ഈ ഒരു ഡ്രോപ്പ് കിട്ടിയിട്ട് നല്ലൊരു ബൈ കിട്ടുമോ അതോ കറൻ്റ്ലി നിൽക്കുന്ന സപ്പോർട്ടിങ് ഏരിയ തന്നെ മാർക്കറ്റ് ബൈ പമ്പ് അടിച്ച് കയറി പോകുമെന്ന് നോക്കാം.
സോ കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ട്രേഡ് ചെയ്യുക. സോ യു ക്യാൻ ലേൺ വിത്ത് അസ് ആൻഡ് ഏൺ വിത്ത് അസ്.